സ്റ്റോക്ക് മാർക്കറ്റിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് നമുക്ക് കാണുമ്പോഴാണല്ലോ ഏറ്റവും നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിലെ ഒരു മെമ്മറബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് 2011 നമ്മൾ ഞാനൊരു ക്ലയൻറ്റിന് MRFൻ്റെ ഷെയർ 6,000 റുപ്പീസിന് പെർ ഷെയറിന് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്താണ്. ഇപ്പോഴത്തെ വില അതിനറിയാമല്ലോ, 1,50,000 വരെ അത് പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയത് വളരെ ഒരു മെമ്മറബിളായിട്ട് ഇവൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഉണ്ട്. അതിലൊന്നുകൂടെ പറയുകയാണെങ്കിൽ 2020 നമ്മൾ അദാനി ടോട്ടൽ ഗ്യാസ് എന്ന് പറയുന്ന കമ്പനി 96 റുപ്പീസിന് സജസ്റ്റ് ചെയ്യും. ഒരു 2 വർഷം കൊണ്ടതിന് വരെ 4,250 രൂപയിലേക്ക് കയറിപ്പോകാൻ സാധിച്ചതിലൊക്കെ വളരെ മെമ്മറബിളായിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഇനി എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഓൺ ലൈഫിൽ എനിക്ക് സന്തോഷം തന്നൊരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ, അതോ എനിക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ മൈ ഓൺ എൻ്റെ മാത്രം ജീവിതത്തിൽ. ബിക്കോസ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ ഐ സ്റ്റാർട്ടഡ് എ മ്യൂച്വൽ ഫണ്ട്. അന്ന് നവരത്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിലൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഞാനത് റിട്ടേൺ എടുത്തത് ഐ കാണ്ട് ഈവൻ ബിലീവ് അത് നല്ലൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്കത് തിരികെ കിട്ടിയത്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ദ സെയിം തിങ് ഞാൻ എൻ്റെ ക്ലയൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന ചില സ്റ്റോക്സ്, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഇത്രയും നാളുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോഴും പറയാം, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന നല്ല സ്റ്റോക്സ്, ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള സ്റ്റോക്സ്, അപ്പാർട്ട് ഫ്രം നമുക്ക് കിട്ടുന്ന അഡ്വൈസറി എന്നല്ലാതെ കിട്ടുന്ന അല്ലെങ്കിൽ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന അല്ലാതെ തന്നെ നമ്മൾ കണ്ടെടുക്കുന്ന സ്റ്റോക്കുകൾ കയറി പോകുമ്പോൾ ദാറ്റ് ചിലപ്പോൾ ഒരു ദിവസമാകും, ചിലപ്പോൾ 2 ദിവസമാകും, അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. ബിക്കോസ് എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര നല്ല സന്തോഷമാണ് തരുന്നത്. My best is after I joined head office in Acumen, I could cater my clients better because I got some new generation clients who needed proper guidance. So I helped them in getting their financial planning accordingly. The basic thing is new generation and people always think that it's a fast money making place, but it is not. Believe me, this is the place where you lose lot of money. So my best was I could help lot of clients with their financial planning. For example, anyone who joins, who starts earning, the first thing is he plans to have an investment plan. So my first question to them is, are you properly covered with your insurance? They said no. So I asked them to take them first term insurance. That is the first thing which makes your future secure after you. Next is, what is the kind of amount you want to put into the market? See, that amount is actually which you don't require, which you don't have to pull back. So that amount you have to start with SIP. And then if you have more money, you can obviously directly enter the market and invest in stocks. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ എക്സ്പയറി ഡേ കോൾസ് വാങ്ങാറുണ്ട്. അപ്പോൾ രാവിലെ പ്രീമിയം കുറഞ്ഞൊരു എക്സ്പയറി ഡേ കോൾ എടുത്ത സമയത്ത് പിന്നെ നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞത് വീണ്ടും നോക്കിയപ്പോൾ അത് നന്നായി കയറിപ്പോയി. അപ്പോൾ അതിലെനിക്കൊരു ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു 2019 2014 ഓൺവേർഡ്സ് മീൻസ് ഒരു റിസഷന് ശേഷമുള്ള ഒരു മൂവ്മെൻറ്റ്, ആൾക്കാർ പിന്നീട് കോവിഡ് വന്നു, ആൾക്കാർ അതായത് യങ്സ്റ്റേഴ്സ്, അതായത് പുതിയ തലമുറ കൂടുതലും ഇതിനെക്കുറിച്ച് പഠിക്കാനും നിയമങ്ങൾ അത്ര കർശനമായി. അതിനുശേഷം മാർക്കറ്റിൽ ഒരുപാട് പറയുന്ന ലിക്വിഡിറ്റി ഉണ്ടായി. കോവിഡ് വന്നു, അതിന് സപ്പോർട്ടീവായിട്ട് മണി മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ക്യാപെക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതെല്ലാം കൂടെ വന്ന് ശരിക്കും ആൾക്കാർക്ക് ഒരു മാർക്കറ്റിലേക്ക് വരാനുള്ള എന്തൂസിയാസം ഉണ്ടായി. അതുപോലെ ഈ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു സൂചകമായിട്ട് തന്നെ വന്നു. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അത് ഒരുപാട് തൊഴിൽ മേഖലകൾ, ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാ ഏരിയയിലും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതൊരു മെയിൻ ഒരു കോർ സെഗ്മെൻറ്റായി തന്നെ മാറിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിച്ചെടുക്കുന്നതല്ല, പൊതുവെ സെക്ടറിൻ്റെ ബേസ്, ഫിനാൻസ് സെക്ടറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഒരു ഗ്രോത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ 2017 to 19 എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ലൈഫിൽ 23 ഇയേഴ്സിലെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് തന്ന ഒരു 2-3 വർഷമാണ് 2016 to 19 and 20 എന്ന് വേണമെങ്കിൽ പറയാം. കൊറോണ പീരീഡ് വരെ. കാരണം മിഡ് ക്യാപ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാർണേജ് സംഭവിച്ചു. വളരെ വലിയ സെയിൽ ഓഫ് നടന്നു. ആ 2-3 വർഷം വളരെ
വളരെ വളരെ മോശമായിട്ടുള്ളൊരു പീരീഡായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ, എസ്പെഷ്യലി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പുകൾ. അതാണ് ഏറ്റവും വലിയ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളത്. My worst was when I started this way back in '94. I lost a huge amount of money. So from there I learned that it is not that you only follow the hype or market news, but you need to do your own study before you enter the market, and you need right people to advise you. In 2008 സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഭയങ്കര ഒരു സ്കാം നടന്നു. ബൈ ദ ടൈം ഐ വാസ് ഇൻ എ ബഡിങ് സ്റ്റേജ്. അപ്പോൾ അന്ന് എനിക്കുണ്ടായ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു 300 രൂപ നിന്ന് 300, 280, 250 റേഞ്ചിൽ നിന്ന് സത്യം വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് 10 രൂപ വരെ ആയ ഒരു കാലം. അന്ന് ക്ലയൻസ് അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എല്ലാവരും പഠിച്ച് അറിഞ്ഞു വരുന്ന സമയങ്ങൾ. സോ ദാറ്റ് വാസ് എ വെരി ബിറ്റർ എക്സ്പീരിയൻസ് ഫോർ മീ. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമായിട്ട് എടുക്കണ്ട, നമുക്ക് ഫിനാൻസ് സെക്ടർ ഫുള്ളായിട്ട് എടുക്കാം. കാരണം ഇതൊരു കോമ്പിനേഷനാണ്, എല്ലാം ചേർന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ന്യൂസസ്, എക്കണോമി എല്ലാം ചേർന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓൾമോസ്റ്റ് 24 ഇയേഴ്സിൻ്റെ മാർക്കറ്റ് ആൻഡ് ഫിനാൻസ് സെക്ടറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഏർലി സ്റ്റേജിൽ എല്ലാ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് വന്ന മാർക്കറ്റാണ്. അന്ന് പ്രോപ്പറായിട്ട് ഇൻഫർമേഷനോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാതെ കുറേ ആൾക്കാർ ട്രേഡ് ചെയ്ത് ഒരുപാട് ട്രേഡിംഗ് മീൻസ് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാതുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്ന കാരണം ഒരുപാട് പേർക്ക് ലോസ് ആയി, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫിയർ ഫാക്ടർ മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടായി. ഒരുപാട് പേര് വിട്ടു നിന്നു. പ്രത്യേകിച്ച് തൊഴിൽ നൽകുന്ന മേഖലയായിരുന്നില്ല, കുറേ ആൾക്കാർ മാത്രമായിരുന്നു. അതാണ് ഏറ്റവും ഒരു വേഴ്സായ സംഗതി. കാരണം ഒരു നെഗറ്റീവ്സ് അവിടെ ഉണ്ടായി. ഏറെ കാലത്തോളം കുറേ സ്കാംസും എല്ലാം അവിടെ ചേർന്നു. അത് ഞാൻ എൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് പറഞ്ഞു കൊടുക്കാം. ഞാൻ മുന്നേ സ്നൈഡർ ഷോർട്ട് സെൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് സെൽ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പെട്ടെന്ന് അതൊന്ന് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ലോസ് എനിക്ക് സംഭവിച്ചു. അതെൻ്റെ ഒരു വേഴ്സ്റ്റ് കേസാണ്.